ആണല്ലേ? പക്ഷെ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഗോളും കയറ്റിയിട്ടുണ്ട്. ഒരു ജില്ല തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അതെ. പുതിയൊരു വ്ലോഗിലോട്ട് സ്വാഗതം. അതുപോലെ തന്നെ നമ്മളിതാ ഫുള്ളി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ഗായ്സ്. ഇതെന്തത്? ഞാൻ ബ്ലാക്ക്, ഇവൻ ബ്ലാക്ക്, ഇവൻ ബ്ലാക്ക്, മൊത്തം ബ്ലാക്ക്. അയ്യോ ഇത് ബ്ലൂ. അപ്പൊ ഫുൾ ബ്ലാക്ക് ഇട്ട് എവിടെ പോകണം പറഞ്ഞിട്ട് പോ. അങ്ങനെ കേറി പോവാ. അതിന് എന്താ സൂപ്പർ ലീഗ് കേരളയുടെ മാച്ച് ഉണ്ട് ഇന്ന്. സൂപ്പർ ലീഗിന്റെ കേരളയുടെ മാച്ചാ? സൂപ്പർ ലീഗ് കേരളയുടെ മാച്ച് ഉണ്ട്. സോ അത് കാണാനായിട്ട് പോകണം. ജാക്ലിൻ ഫെർണാണ്ടസിന്റെ മെയിൻ ആയിട്ട് കാണാം. സൂപ്പർ ലീഗ് മാച്ച് എന്ന് പറഞ്ഞേ ചേച്ചിനെ കാണാൻ. അപ്പൊ നമ്മുടെ സൂപ്പർ ലീഗ് കേരള SLK ഗായ്സ്. ഓക്കെ, അപ്പൊ ഇന്ന് അതിന്റെ ഇനാഗ്രൽ സെറമണിയാണ്. സോ മലപ്പുറം FC അതുപോലെ തന്നെ കൊച്ചി തമ്മിലുള്ള മത്സരമാണ്. ഒരുപാട് സെലിബ്രിറ്റീസും കാര്യങ്ങളൊക്കെ വരുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ അതൊക്കെ അവിടെ ചെന്നിട്ട് കാണാം അല്ലേ ഗായ്സ്. അപ്പൊ നമ്മളെന്തായാലും ഇവിടെ നമ്മള് കാർ ഇറങ്ങി സ്റ്റേഡിയത്തിൽ ഇവിടെ വൻ തിരക്കും ബ്ലോക്കൊക്കെ ആയതുകൊണ്ട് നമ്മള് അവിടെ ഇറക്കി വിട്ടു ഗായ്സ്. നമ്മളിങ്ങനെ നടന്നു പോവുകയാണ്. നമ്മൾ സ്റ്റേഡിയത്തിൽ നിന്നുള്ള സൗണ്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. ഡോമേ വല്ലതും അറിയോ? ഫുട്ബോളാണ്. ഞാൻ കൊച്ചി, ഞാൻ മലപ്പുറം. നമ്മള് ഇത് കട്ട് ചെയ്ത് കളയും. മലപ്പുറം VS കൊച്ചി, കൊച്ചി കളി പൊളിക്കും. കൊച്ചി എടുക്കും. നമുക്ക് കാണാം. ഫുട്ബോൾ എന്ന് പറയുമ്പോഴേ മലപ്പുറം. ഇപ്പൊ റേഡിയോ കേറാനൊക്കെ പറഞ്ഞോളൂ. കൊച്ചിന്റെ സാധനം വണ്ടി കാര്യൊന്നുമില്ല. ഇത് ഇവര് ഫുള്ള് ലോ ബഡ്ജറ്റ് ആട്ടോ. നമ്മുടെ ഹൈ ബഡ്ജറ്റ് സാധനം വരുന്നേ ഉള്ളൂ. നിങ്ങൾ തന്നെ നോക്ക് എത്ര പേരുണ്ടെന്ന്. അത് വെള്ള ചെയ്താ 4-6 പേരുണ്ട്. 6 പേര്. എന്താ ജില്ലകളൊക്കെ ഇരുന്നോണ്ട് അവിടെ തന്നെ ബ്ലോക്കായി കിടക്കുക. ഇതൊന്നും നമ്മള് ലേറ്റ് ആയെന്ന് പറയാം. നമ്മുടെ മലപ്പുറം വണ്ടി വലുതായതുകൊണ്ട് നല്ല ബ്ലോക്ക് ആവും. കളി 6 മണി, കളി 8 മണിക്കാണ്. 2 മണിക്കൂർ സമയം. അതെ ഗൈസ്. അപ്പൊ എന്തായാലും അകത്ത് കയറിട്ട് എന്നെ പോൽച്ച കൊച്ചിയെന്നോ? നിനക്ക് ശരിക്കണ്ടില്ല. എന്തായാലും നമുക്ക് അകത്തേക്ക് കയറാം. മലപ്പുറം അവിടെ ഫുൾ ആകാശം. പഴഞ്ഞ വണ്ടിയുടെ താല്പര്യമില്ലെങ്കിൽ മാറിയേക്ക് നമ്മള് കാണട്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി കളിക്കളത്തിൽ എത്തിയിട്ട് കോഫി കുടിക്കാം. തലവേദന ഇല്ല, കുടിച്ചിട്ടേ കാണൂ. ജാക്ലിൻ ഫെർണാണ്ടസോ? കിട്ടിയിലും വിടില്ല. ഫെർണാണ്ടസിനെ നടനാണോ ഫെർണാണ്ടസ്? ഫെർണാണ്ടസ് സ്റ്റേജ് അവിടെയാണ്. സ്റ്റേജ് അവിടെയാണല്ലേ? ഇവിടെ എവിടെയൊക്കെ പോയി ഇരിക്കുക. പരിപാടി എന്തൊക്കെയാന്നുള്ളത് കാണിച്ചു തരാം. ഹൈലൈറ്റ് ആയിട്ട് നിങ്ങൾ പോയി കണ്ടിട്ട് വാ. കാണാൻ പറ്റാത്ത വിശപ്പത്തിൽ ഇരിക്കുന്ന KMC കുമ്പ.
ഫസീൽ നമുക്ക് ലൈവ് അവിടെ ആരെ കൊണ്ടാ പെട്ടി വെച്ചേ കൊമ്പനൊന്ന് കണ്ണെടുക്കുന്നില്ല ജാക്കലിന്റെ വെച്ച്. നിങ്ങൾ കേൾക്കുമോ എന്നറിയില്ല, ഏതൊരു പ്രാക്ടീസിന് ഇറങ്ങിയിട്ടുണ്ട്. ആ ബോൾസാ കൊച്ചി അതല്ലേ. അയ്യേ സ്വന്തം ടീമിന്റെ പേര് പറഞ്ഞപ്പോ അയ്യേ 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 പോരാ. ഓക്കെ ഫൈനലി ഗൈസ് അങ്ങനെ കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കൊമ്പ പ്രഡിക്ഷൻ ഉണ്ടോ? ഗോൾ പ്രഡിക്ഷൻ പറ. മലപ്പുറം ജയിക്കും അല്ലേ? 5-2 മലപ്പുറം ജയിക്കും. ഞാനും 5-2 മലപ്പുറം 5-2. അതെ ഞാനും 5-2 5 മലപ്പുറം 2 കൊച്ചി. ഇവൻ പറയണോണ്ട് ചിലപ്പോ തോക്കാ കൊച്ചി ടീം നോക്കാൻ ചാൻസ് ഉണ്ട്. കളി മാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഗോള് മാക്സിമം ക്യാപ്ചർ ചെയ്യാൻ നോക്കട്ടെ. വേറെ സാധനം കാണിച്ചു അത് കണ്ട ഫുള്ള് കണ്ട മലപ്പുറം കണ്ട അവിടെ എന്ത് ചീവിടാ അടുത്തത് മലപ്പുറത്തിനുള്ളയാ. അടുത്ത ഗോളിൽ നമുക്ക് കാണാം. ആണല്ലേ? പക്ഷെ കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ഗോളും കേട്ടിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി ആണോ? ലെഗ് ബിരിയാണി. കൊച്ചിന്റെ ഫാനൊക്കെ കൊമ്പൻ സമ്മതിച്ചു. ടീമിലത്തെ ഒരു പ്ലെയറുടെ പേര് പറ. രാജീവ് അല്ല സുഭാഷ്. അനസ്കുണ്ട് ഞങ്ങളെല്ലാം. ഞങ്ങള് ടീമിന്റെ ഫാനാ. ഞങ്ങൾ 12 പേര് സപ്പോർട്ട് ചെയ്യും. 11 പേരേ ഉള്ളു. കോച്ചിനെ കൂട്ടിട്ട് അത് കൂട്ടാൻ ലക്ഷങ്ങൾ വരും. നല്ല പെനാൽറ്റി ആയോ? സോ ഗൈസ് മാച്ച് തീരുന്നതിന് മുന്നേ നമ്മൾ ചാടി ഇറങ്ങിയിരിക്കുന്നു. കാരണം കൊമ്പൻ തോൽവി സമ്മതിച്ചു. 2-0 ആയിക്കണേ. 85 മിനിറ്റ് ആയിക്കണേ. 4 മിനിറ്റ് 3 ഗോൾ അടിക്കുമ്പോൾ ഇപ്പൊ ടീമിൽ മെസ്സി ക്രിസ്ത്യാനോ ഇറങ്ങിയാൽ പോലും ഗോൾ അടിക്കും. ഒരു പ്ലെയർ ജനിക്കുവാണെങ്കിൽ 3 അടിച്ചിട്ട് അത് അത്രേ ഉള്ളൂ. രാത്രിയായപ്പോ നമ്മുടെ ഇവിടുന്ന് വിശിഷ്ട അതിഥി ഞങ്ങളുടെ ബൂട്ട് ക്യാമ്പ് ലൈഫിൽ ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത. KMC കൊമ്പൻ എന്നിട്ട് ജലദോഷം ഉണ്ടാ. തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അതെ. പോയിട്ട് സെറ്റ് ആകും.
പാട്ട് എനിക്ക് ഞാൻ എങ്ങനെ കെട്ടിപ്പിടിക്കും? എന്റെ മൂടം പോയി. നീ കെട്ടിപ്പിടിക്കും, ഞാൻ പിടിക്കാം. പോയി ഇന്ന് പോയി നാളെ വൈകുന്നേരം വരുന്നതിനാണ് പോടെ. അതെ ആണോ? ഇതെന്താ ഈ പശുത്തൊരുത്തി ഇതിനെക്കാരും അടിപൊളിയാ. പശു മറ്റേ കച്ചിയൊക്കെ ഇങ്ങനെ വെച്ച് കിടക്കുന്ന മൃഗമില്ലേ പശു, അറിയാം. ശരി, ഈ ലിപ്സ്റ്റിക്കും ഇതൊക്കെ ഓറഞ്ച് കളറിൽ വർക്കുള്ളയാന്ന്. വർക്ക് ഐറ്റംസ്. ഞങ്ങൾ ഇന്നലെ പുതിയതാണോ അത്? നിങ്ങളാര് കാഞ്ചനയാ? ഈ സത്യം പറഞ്ഞ ഒരു അമ്മായി വൈബാ ഇവിടെ. ഇത് എനിക്ക് ട്രൈപോഡില് തോന്നിയത്. ഇതെന്തൊരു ദൈവം! ഫോണെന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിച്ചു വരുത്തിട്ട് പിന്നെ പോവാണ്ടിരിക്കുന്ന ഇറങ്ങി പോളാ. അപ്പൊ എന്തായാലും നമ്മള് കൊമ്പാച്ചിനെ ഇറക്കി വിട്ടിട്ട് കാണാം. KMC കൊമ്പൻ ഇത് ഞാനൊരു കാര്യം പറയട്ടെ, ഇതിനെക്കാളും ഭേദം എന്റെ റൂമാ. അതെ അതെ, ഇപ്പൊ വീട്ടിൽ പെട്ടെന്ന് റെഡി ആവും. അതാ പറഞ്ഞ വണ്ടിക്ക് എഞ്ചിൻ പണിയൊക്കെ വരൂ. എഞ്ചിൻ ഇല്ലാത്ത വണ്ടിയല്ലേ. ഞാൻ ഇതിനതിന് ഗെയിം കളിക്കുന്ന മൊത്തം പരിപാടികളായിരുന്നു. ഫുള്ള് പരിപാടികളായിരുന്നു. അപ്പൊ ഇനി കൊമ്പന്റെ നാട്ടിലത്തെ വിശേഷങ്ങളുമായിട്ട് വ്ളോഗിൽ വരുന്നതായിരിക്കും. കൊമ്പന്റെ നാട്ടിലെന്താ പരിപാടി? എന്താ കുളിക്കാൻ പോകണം. കുളിക്കലില്ല, എവിടെയെങ്കിലും പോയി കുളിച്ചിട്ട്. അതൊന്നും അല്ല അപ്പൊ ശരി ഗൈസ്, അപ്പൊ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട് ഗൈസ്. അപ്പൊ വീഡിയോ എടുക്കാൻ വന്നപ്പോഴാണ് നമ്മുടെ വക്രിമോൻ ഇവിടെ വ്ളോഗ് എഡിറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു ഗൈസ്. നമ്മള് പരിപാടിക്ക് പോയതിന്റെ വ്ളോഗാണ് ഗൈസ്. അപ്പൊ വക്രിയാണ് അറിയാലോ വ്ളോഗ് എഡിറ്റ് ചെയ്യുന്നത്. എന്തുകൊണ്ട് ഇവിടെ തപ്പുന്നേ? ബാഗ് നോക്കിട്ട് ഒരാളെ വന്നേക്കുന്നത് ഗൈസ്. ആനന്ദ് ബ്രോ, ഗുഡ് മോർണിംഗ് ആനന്ദ് ബ്രോ. ചെയർ എത്ര ടയറോ ഇയാളൊന്ന് പോയ ഗൈസ്. അപ്പൊ ഗൈസ്, അപ്പൊ പറയാനുള്ള കാര്യം എന്താന്ന് വെച്ചാൽ നമ്മുടെ വൺ ആൻഡ് ഓൺലി ഹൈവെക്സിന്റെ ഒരു അപ്ഡേറ്റ് പറയാനാണ്. നിന്റെ ഫേസിന്റെ ഇടയിൽ കൂടെ കാണുന്നുണ്ട്. നമ്മുടെ ഹൈവെക്സിന്റെ ടീഷർട്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അല്ലടാ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വാങ്ങാനുള്ള അവസരം വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ എല്ലാം റെഡിയാക്കുന്നതായിരിക്കും. എങ്ങനെയാണ് ഡോമ ഇത് പർച്ചേസ് ചെയ്യുന്നത്? ഓൺലൈൻ വഴി. എന്ത് ഓൺലൈൻ വഴി? സൈറ്റ് വഴി. അപ്പൊ ഗൈസ് പറഞ്ഞ പോലെ ഓർഡർ ചെയ്യോ. അല്ല, ഇത് ഇങ്ങനെയല്ല കേട്ടോ, ഇതില് ഉള്ളില് ഡിസൈൻസ് ഉണ്ട്. അതെ ഗൈസ്, ഇത് മൂന്ന് ഡിസൈൻ ആണ് ഗൈസ്. ഇതാ ഡിസൈനാണ് വേണ്ടി ഇരിക്കുന്നുണ്ട്. എന്തായാലും ഹൈവെക്സ് രണ്ട് വാക്ക് പറയടേ. അടിപൊളിയാണ്, സൂപ്പറാണ്. ആണല്ലേ? ആണല്ലേ? ഗൈസ്, അപ്പൊ നമ്മുടെ സൈറ്റ് വർക്ക് കാര്യങ്ങളൊക്കെ നമ്മുടെ തിരിക്കുന്ന മനുഷ്യനാണ് ചെയ്യുന്നത്. ഇവിടെ വല്ലതും ശരിയാവുന്നു. ഹൈവെക്സിന്റെ ആ ഒരു ഡിസൈൻസ് കാര്യങ്ങളൊക്കെ എല്ലാ സൈറ്റും ഉണ്ടാവും. അതന്നെ, എല്ലാ വെബ്സൈറ്റും. ഗൈസ്, അപ്പൊ ഇതിന്റെ ഫുള്ളി റിവീലിംഗ് വരുന്നുണ്ട് ഗൈസ്. ഒക്കെ ഇതിന്റെ ഡിസൈൻസിന്റെ. അപ്പൊ എന്തായാലും സൈറ്റിൽ അതിന്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. അപ്പൊ ഒരു ഡേറ്റ് നമുക്ക് അതെ ഓക്കെ, എന്തായാലും ഉടനെ തന്നെ നമ്മൾ ഡേറ്റ് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ മാക്സിമം എല്ലാവരും പർച്ചേസ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഓക്കെ ഗൈസ്, അടിപൊളിയാണ്. ഞാനാ പറയാം ഗൈസ്, അടിപൊളി സാധനം. ഇനി പ്രത്യേകിച്ച് ഇതിൽ പറയണ്ടോ? അതല്ല, വേറെ എന്തേലും നമ്മുടെ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടിലൻ വ്ളോഗ് ചാലഞ്ച് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരെ